റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് ഈ അടുത്ത ദിവസം പുറത്തു വന്നു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ദിവസക്കൂലി ലഭിക്കുന്നവർ കേരളത്തിലുള്ള തൊഴിലാളികളാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അവരുടെ കണക്ക് പ്രകാരം 780 രൂപയാണ് ശരാശരി കേരളത്തിലെ ഉയർന്ന അല്ലെങ്കിൽ ശരാശരി ദിവസക്കൂലി എന്നാണ്. വടക്കേ ഇന്ത്യയിലത് 240 രൂപയാണ് ശരാശരി കൂലി എന്നാണ് റിസർവ് ബാങ്കിൻ്റെ തന്നെ കണക്ക്. ഇവിടെ 1100 രൂപ ഒരു ദിവസത്തെ അൺസ്കിൽഡ് ലേബർ ജോലിക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല, കേരളത്തിൽ ജോലി ചെയ്യാൻ വരുന്ന കുടിയേറ്റ തൊഴിലാളികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ, അവർക്ക് പോലും ഈ കൂലി കിട്ടുന്നു. കൂലിയിൽ യാതൊരു വിവേചനവുമില്ല. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു രാജ്യത്ത് അതിനെ അരക്കിട്ടുറപ്പിക്കുകയാണ്. അതിൽ ഗവൺമെൻറ് കണ്ടെത്തുന്ന ന്യായം, കൂലി കുറഞ്ഞാൽ വ്യവസായ നിക്ഷേപം കൂടുതൽ വരും. അപ്പോൾ ഇത് വ്യവസായികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞത്, ജോലിക്ക് നീതിപൂർവകവും മനുഷ്യോചിതവുമായ നിബന്ധനകൾ ഉറപ്പുവരുത്തുന്നതിനും പ്രസവ സംബന്ധമായ ആശ്വാസത്തിനും രാഷ്ട്രം വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം എങ്ങനെ നൽകണം, അതും ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പറയുന്നുണ്ട്. ഭാഗം 4, 42, 43 രാഷ്ട്രം അനുയോജ്യമായ നിയമനിർമ്മാണം വഴിയോ സാമ്പത്തിക സംവിധാനം വഴിയോ മറ്റേതെങ്കിലും വിധത്തിലോ കാർഷിക തൊഴിലാളികളോ വ്യവസായ തൊഴിലാളികളോ മറ്റു തരത്തിലുള്ള തൊഴിലാളികളോ ആയ എല്ലാ തൊഴിലാളികൾക്കും ജോലി, ഉപജീവനക്ഷമമായ വേതനം, മാന്യമായ ജീവിത നിലവാരവും വിശ്രമവേളയുടെ പൂർണ്ണാനുഭവവും ഉറപ്പുവരുത്തുന്ന സേവന വ്യവസ്ഥകൾ, സാമൂഹികവും സാംസ്കാരികവുമായ അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന് യത്നിക്കേണ്ടതും അതാണ് രാഷ്ട്രത്തിൻ്റെ ചുമതല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങളുണ്ടായത്. ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമം. നമ്മളെ ഭരണഘടനയിൽ പറഞ്ഞ ഒന്നുമില്ല. ഇപ്പോൾ കൂലി സംബന്ധിച്ച് 3 സങ്കല്പങ്ങളാണ്. 1 മിനിമം വേജ്, 2 ഫെയർ വേജ്, 3 ലിവിങ് വേജ്. മിനിമം കൂലി എന്നാണ് ഏറ്റവും കുറഞ്ഞ കൂലി, ഒരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ട മിനിമം. ഇപ്പോൾ മുതലാളിമാർ പറയും, അരിയേക്കാൾ പോഷക മൂല്യമുണ്ട് കപ്പക്ക്, കപ്പ കഴിച്ചാൽ മതി. എന്നാൽ കപ്പക്ക് വില കുറവായതുകൊണ്ട് കൂലി നിശ്ചയിക്കുമ്പോൾ, അപ്പോൾ കപ്പയും അരിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒത്തുതീർപ്പിലെത്തും അവസാനം. അതാണ് ആ നിലയിലുള്ള ഒരു രാജ്യത്ത് ഭരണഘടന പറഞ്ഞു ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകാൻ സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ കേരളത്തിൽ ഫെയർ വേജ് ചില മേഖലയിൽ നടപ്പാക്കിയിട്ടുണ്ട്. മിനിമം വേജിൻ്റെ മുകളിൽ 96-ലെ നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, അന്ന് ഞാൻ MLA ആണ്, മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. ബസ് ട്രാൻസ്പോർട്ടിലെയും ലോറികളിലെയും തൊഴിലാളികൾക്ക് ഫെയർ വേജസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് നടപ്പാക്കി അന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചു. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് പേയ്മെൻറ്റ് ഓഫ് ഫെയർ വേജസ് ആക്ട് എന്ന് പറയുന്ന നിയമം പാസാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൂലി നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും ദരിദ്രമായ കയർ തൊഴിലാളി മേഖല, കൈത്തറി തൊഴിലാളി മേഖല തുടങ്ങിയ പരമ്പരാഗത മേഖലകളിലാണ് മിനിമം വേജ് നടപ്പാക്കുന്നത്. അപ്പോൾ കേരളം വളരെ അഡ്വാൻസ് ചെയ്തു. ഫാക്ടറികളിലെല്ലാം അതിനേക്കാൾ ഉയർന്ന കൂലി എഗ്രിമെൻറ്റുകളിലൂടെ ഉണ്ടാക്കാനുള്ള വ്യവസ്ഥയുണ്ടായി. ID ആക്ട് അനുസരിച്ച് തൊഴിൽ തർക്കം ഉണ്ടായാൽ ഒത്തുതീർപ്പുണ്ടാക്കുന്ന ശമ്പള ഘടന നിശ്ചയിക്കുന്ന രീതിയുണ്ടായി. ഇതിനെല്ലാം അട്ടിമറിച്ചിരിക്കുക. ഈ പറയുന്ന നാഷണൽ ഫ്ലോർ വേജ് എന്ന് പറയുന്ന സമ്പ്രദായം നടപ്പാക്കുന്നതോടുകൂടി ഇനി നിയമപ്രകാരം മിനിമം വേതനം ആവശ്യപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.